ഒരു സമരചരിത്രത്തിന്റെ കഥ കൂടിയാണ് ഗോത്ര നൃത്തരൂപമായ മംഗലം കളി. വിവാഹാഘോഷ ചടങ്ങുകളിലാണ് നൃത്തമാടുന്നതെങ്കിലും നായാട്ടും കൃഷിപ്പണിയുമെല്ലാം പാട്ടിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട് മംഗലം കളി. കലോത്സവവേദിയിൽ അടിച്ചമർത്തപ്പെട്ടവന്റെ സംസ്കാരത്തെ കുരുന്നുകൾ ആടിത്തിമിർത്ത് അവതരിപ്പിക്കുമ്പോൾ അതിന്റെ ആഹ്ലാദം പൊട്ടിവിടരുന്നത് ചിലരുടെ മനസ്സുകളിൽ കൂടിയാണ്. സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ് നിന്നാണ് മാവിലൻ മലവീട്ടുവൻ സമുദായത്തിന്റെ തനത് കലാരൂപമായ മംഗലം കളിയുടെ ഉദ്ഭവം. അടിച്ചമർത്തപ്പെട്ടവൻ സ്വയം ദേഹത്തടിച്ച പ്രതിഷേധം തീർക്കുന്ന മംഗലം കളി. കുരുന്നുകൾ വേദിയിൽ ആടിത്തിമിർക്കുമ്പോൾ ഇവിടെ ഇതാ ഒരു കുടുംബം ആഹ്ലാദത്തിന്റെ അംഗീകാരത്തിന്റെ നിറവിലാണ്. മംഗലം കളിയുടെ പ്രചാരക ഉമ്പിച്ചി അമ്മയുടെ മകനും ചെറുമക്കളും. ഇവരെ പോലെയുള്ളവരിലൂടെയാണ് കേരളം ഇന്ന് മംഗലം കളിയെ അറിയുന്നത്. ഞങ്ങളുടെ ഏരിയയിൽ മാത്രം കളിച്ചുകൊണ്ടിരുന്ന ഒരു കളിയാണ്. ആ കളി ഇപ്പോൾ പൊതുവേദികളിൽ, പ്രത്യേകിച്ച് സ്കൂൾ വേദികളിൽ കാണുന്ന സമയത്ത് നല്ല സന്തോഷമുണ്ട്. ഇതുവരെ മംഗലം കളിയുടെ ചരിത്രത്തിൽ ഇതുവരെ ഒരാൾക്കും ഈ അവാർഡ് കിട്ടിയിട്ടില്ല. ഈ പറഞ്ഞ ഗുരുപൂജ അവാർഡ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞ പോലെ മംഗലം കളിയുടെ എല്ലാമാണ്. വാമൊഴിയായിട്ട് ഇങ്ങനെ വന്ന സാധനമല്ലേ, അപ്പം അതുകൊണ്ട് അങ്ങനെ പാടി കേട്ടിട്ടുള്ള സാധനം തന്നെയാണ്. ആരും എഴുതി പഠിപ്പിച്ചതൊന്നുമല്ല. എൻ്റെ അമ്മ സ്കൂളിലൊന്നും പോയിട്ടില്ല. സന്തോഷ നിമിഷങ്ങളിലാണ് പൊതുവിൽ നൃത്തം ചവിട്ടുന്നത്. എന്നാൽ പ്രതിഷേധവും സങ്കടവും പ്രണയവുമെല്ലാം തുളുഭാഷയിലെ വരികളിലുണ്ട്. അതന്നെ, ഇത് മോശം ഇതിലാണ് കളിക്കുന്നത്. വേറെ ടീം യൂട്യൂബ് നോക്കിയിട്ട് ഇതുപോലെ എന്തോലും നമുക്കൊരു സങ്കടം ഭയങ്കര. കലോത്സവ വേദിയിലെത്തുന്ന പലരും യഥാർത്ഥ കലാരൂപമല്ല അവതരിപ്പിക്കുന്നതെന്ന പരാതിയും ഇവർക്കുണ്ട്. മംഗലം കളി കളിക്കുന്ന സമയത്ത് മാണിനഗർ കളിക്കുമ്പോൾ പുറത്തടിച്ച് കളിക്കുന്നുണ്ട്. ആ പുറത്തടിക്കുന്നത് പണ്ട് ജന്മിമാരുടെ മുഖത്താണ് കൊള്ളുന്നത്. പുറത്തടിക്കുന്നത് നിലത്ത് ആഞ്ഞ് ചവിട്ടുകയും ചെയ്യുന്നുണ്ട്. ആഞ്ഞ് ചവിട്ടി അവരുടെ വേദനകളിൽ എല്ലാ അമർഷങ്ങൾ അത് ആ രീതിയിൽ ചെയ്യുകയാണ്. തുടിതാളത്തിന് കുരുന്നുകൾ ചുവടുവെക്കുമ്പോൾ ഒരു സംസ്കാരത്തെ അടയാളപ്പെടുത്തുന്ന ജീവനും ജീവിതവുമെല്ലാം പറഞ്ഞു വെക്കുന്നു മംഗലം കളി. ചരിത്രത്തിൽ ഇതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാകുന്നു. മംഗലം കളി ഒരു സമുദായത്തെയും ഒരു സമൂഹത്തെയും അടയാളപ്പെടുത്തുന്ന കല കൂടിയാണ്. അതുതന്നെയാണ് ഇവർ പങ്കുവച്ചതും. വലിയ സന്തോഷത്തിലാണ് തങ്ങളുടെ സ്വന്തം കലയെ സംസ്ഥാന കലോത്സവത്തിലേക്ക് എത്തിച്ചപ്പോൾ ഇവർക്കുണ്ടായത്. മാവിനൊക്കെ ഇട്ട് ചാണൊക്കെ ഉണ്ട്, മാവിനൊക്കെ ഇട്ട് കങ്കയുണ്ട്. കങ്കയെന്നപ്പോ കോലേക്ക് പോണ കോലിട്ടുണ്ട് ഒരു കോലത്തി. ക്യാമറാമാൻ സജു കാഞ്ഞിരകുളത്തിനൊപ്പം സുലേഖ ശിശുകുമാർ, കൈരളി.